നമ്മൾ സംസാരിക്കുന്നത് ഓണ്ടർപ്രണർഷിപ്പാണ്. അങ്ങനെ ഒരു ഓണ്ടർപ്രണർഷിപ്പിലൂടെ നമ്മളൊരു പുതിയ വെഞ്ചറിലൂടെ കടന്നു പോകുമ്പോൾ, അതായത് പുതിയൊരു സംരംഭത്തിലൂടെ കടന്നു പോകുമ്പോൾ ചില കാര്യങ്ങൾ, അതായത് ചില ഫാക്ടേഴ്സ് നമ്മൾ മനസ്സിലാക്കണം. ആ ഫാക്ടേഴ്സിൻ്റെ പ്രത്യേകത, ആ ഫാക്ടേഴ്സ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വെഞ്ചർ ഒരു ഫെയിലിയറിലേക്ക് എത്തിപ്പെടും. ഫെയിലിയർ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ മാത്രം കഴിവുള്ള ഫാക്ടേഴ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഫാക്ടേഴ്സിൻ്റെ അറിവെന്ന് പറഞ്ഞാൽ, ഈ ഫാക്ടേഴ്സിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ ഫാക്ടേഴ്സിനെ ഡീൽ ചെയ്താൽ, എഫിഷ്യൻ്റായിട്ട് ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ ഫെയിലിയർ സംഭവിക്കാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. സോ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ഒരു ഓണ്ടർപ്രണർഷിപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന വെഞ്ചേഴ്സ് ഫെയിലിയർ ആവാനുള്ള കാരണങ്ങൾ ഏതൊക്കെ തരത്തിലായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്നാമത് പുവർ മാനേജ്മെൻറ്റ്. നമ്മുടെ ഈ ഒരു ബിസിനസ്, നമ്മുടെ ഈ ഒരു ഓണ്ടർപ്രണർഷിപ്പ് മാനേജ് ചെയ്യുന്നതിലുള്ള അപര്യാപ്തത, അല്ലേ? വളരെ മോശം മാനേജ്മെൻറ്റ്. അതിനുള്ള കാരണം ഇൻഎക്സ്പീരിയൻസ് ഇൻ മാനേജ്മെൻറ്റ് ടെക്നിക്സ്. മാനേജ്മെൻറ്റ് ടെക്നിക്സിലുള്ള പരിചയമില്ലായ്മ, ഇൻഎക്സ്പീരിയൻസ്. അതേപോലെ തന്നെ ഇൻഎക്സ്പീരിയൻസ് ഇൻ സെലക്റ്റഡ് ലൈൻ. നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പാത്ത് ഉണ്ടാവും മാനേജ്മെൻറ്റിൽ, നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പാത്ത്. ആ പാത്തിലുള്ള അനുഭവ സമ്പത്തിൻ്റെ ഒരു കുറവും പുവർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി വെഞ്ചർ ഫെയിലിയർ ആവാനുള്ള ഒരു സാധ്യത അവിടെ വർദ്ധിപ്പിക്കും. അതേപോലെ തന്നെ ലാക്ക് ഓഫ് മാനേജ്മെൻറ്റ് സ്കിൽസ്. നമ്മൾ ഒരുപാട് ടെക്നിക്സ് ഒക്കെ പഠിച്ചെങ്കിൽ പോലും നമുക്കറിയാം ഒരു വെഞ്ചർ അല്ലെങ്കിൽ ഒരു തൊഴിലാളികളെ കൈകാര്യം ചെയ്യുന്നതിൽ, മാനേജ് ചെയ്യുന്നതിൽ സ്വതസിദ്ധമായിട്ടുള്ള ഒരു ശൈലി വേണം. നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയണം. ആ ഒരു കഴിവ് നിർബന്ധമായിട്ടും ഒരു ഓണ്ടർപ്രണർക്ക് ഉണ്ടാവേണ്ട ഒന്നാണ്. സോ ഈ മാനേജ്മെൻറ്റ് സ്കിൽസ് വളരെ കുറവാണെങ്കിൽ അതൊരു പുവർ മാനേജ്മെൻറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് എത്തിപ്പെടും. അത് ഫെയിലിയറിന് കാരണമാകും. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് പ്രൊഡക്ഷൻ പ്രോബ്ലംസ്. നമ്മൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്ഷൻ പ്രോസസ്സിലുള്ള ഇഷ്യൂസ്, പ്രോബ്ലംസ് എന്തിലേക്ക് നയിക്കും? നമ്മുടെ വെഞ്ചർ ഫെയിലിയർ ആവാനുള്ള ഒരു ഫാക്ടറായിട്ട് കണക്കാക്കേണ്ടി വരും. അതിൽ ഒന്നാമത്തെ കാര്യം ലാക്ക് ഓഫ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. ഈ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ആസൂത്രണം, അത് ഏതൊക്കെ തരത്തിൽ അത് കടന്നു പോകണം, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണോ കടന്നു പോകുന്നത്, അതാണ് ഈ കൺട്രോൾ എന്നുള്ള വാക്കായിട്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലെ പ്ലാനിങ്, കൺട്രോളിങ്, അതെങ്ങാനും അതിൻ്റെ ഒരു കുറവ്, ലാക്ക് ഓഫ് പ്രൊഡക്ഷൻ പ്ലാനിങ് ആൻഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൻ്റെയും കൺട്രോളിൻ്റെയും ഒരു കുറവ് ഇതെന്തിലേക്ക് നയിക്കും? അതൊരു പ്രൊഡക്ഷൻ പ്രോബ്ലത്തിലേക്ക് നയിക്കും. ദെൻ ഔട്ട്ഡേറ്റഡ് മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അത് കാലഹരണപ്പെട്ട രീതികളും അതേപോലെ തന്നെ അതിൻ്റെ പ്രവർത്തന രീതികളൊക്കെ എന്തിലേക്ക് നയിക്കും? പ്രൊഡക്ഷനെ കാര്യമായിട്ട് ബാധിക്കും. നമുക്കറിയാം ഓരോ കാലഘട്ടത്തിനും നമ്മൾ അതാത് ടെക്നോളജിയും അതാത് മെഷീനറീസൊക്കെ കാലത്തിനനുസരിച്ച് ഉപയോഗിക്കേണ്ടി വരും. അതിലെങ്ങാനും ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പഴയ രീതിയിലുള്ള ഒരു മെത്തേഡ്സാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് പ്രൊഡക്ഷൻ പ്രോബ്ലമാണ്. അത് നമ്മുടെ വെഞ്ചർ ഫെയിലിയർ ആവാനുള്ള കാരണമാവുന്നൊരു ഫാക്ടറാണ്. ദെൻ പുവർ റോ മെറ്റീരിയൽസ്. പുവർ റോ മെറ്റീരിയൽസ് മീൻസ് നമുക്കറിയാം നമ്മളൊരു പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു അപര്യാപ്തത നേരിടുകയാണെങ്കിൽ അത് പ്രൊഡക്ഷൻ്റെ ഒരു പ്രോബ്ലമാണ്. അതേപോലെ തന്നെ ലേബർ പ്രോബ്ലംസ്. നമുക്കറിയാം ഒരുപാട് ഇൻഡസ്ട്രീസ് നമ്മളെ കേരളത്തിൽ തൊഴിലാളി സമരത്തിൻ്റെയും തൊഴിലാളിയുടെ ഇഷ്യൂസിൻ്റെയും പേരിൽ പൂട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ലേബറിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങളും അത് പ്രൊഡക്ഷൻ പ്രോബ്ലത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മുടെ വെഞ്ചർ ഫെയിലിയർ ആവാനുള്ള ഒരു ഫാക്ടറായിട്ട് നമ്മൾ കണക്കാക്കണം. ദെൻ ഫ്രീക്വൻറ്റ് ആക്സിഡൻറ്റ്സ്. നമ്മൾ ഈ ഒരു ചാപ്റ്റർ സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു എന്തിനാണ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയുടെ ഒരു പ്രാധാന്യം എന്ത് എന്നുള്ളത് സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഫ്രീക്വൻ്റ് ആയിട്ട് ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ടോട്ടലി ആ ഒരു പ്ലാന്റിൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടുകയാണ്. ടോട്ടലി ആ ഒരു പ്ലാന്റിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് നഷ്ടപ്പെടുകയാണ്. ടോട്ടലി ആ പ്ലാന്റിൻ്റെ ഒരു യൂണിറ്റി നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അത്തരം ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ അത് പ്രൊഡക്ഷനെ നേരിട്ട് ബാധിക്കും. അതൊരു പ്രൊഡക്ഷൻ പ്രോബ്ലമാണ്. സോ പ്രൊഡക്ഷൻ പ്രോബ്ലത്തിൻ്റെ ഒരു ഭാഗമാണ് ഫ്രീക്വൻ്റ് ആക്സിഡൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ആക്സിഡൻറ്റ് സംഭവിക്കാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരിക്കണം നമ്മുടെ കമ്പനിയിലെ ഒരു ഓണ്ടർപ്രണർ എന്ന രീതിയിൽ നമ്മുടെ ഭാഗത്തു നിന്ന് വേണ്ട ഒരു മാനേജ്മെൻറ്റ്. ദെൻ അടുത്തൊരു സംഭവമാണ് ഹൈ ഫിക്സ്ഡ് കോസ്റ്റ്. ഈ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻസിലേക്ക് പോകുന്നതിന് മുന്നേ കാര്യങ്ങൾ സംസാരിക്കാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്.
നമുക്കറിയാം, ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ബിസിനസ്, ഒരു ഓണ്ടർപ്രണർഷിപ്പ് തുടങ്ങുമ്പോൾ നമുക്കതിന് സ്ഥലം വേണം, അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ വേണം. നമുക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് സിംപ്ലി നമുക്ക് വിളിക്കാം. അപ്പോൾ ഈ ലാൻഡ് വാങ്ങുന്നതിലും ഈ ബിൽഡിംഗ് വാങ്ങുന്നതിലൊക്കെ നമ്മൾ ഹൈ അല്ലെങ്കിൽ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് താഴേക്ക് പോരും. അത് താഴേക്ക് പോന്നു കഴിഞ്ഞാൽ അത് നേരിട്ട് നമ്മുടെ വെഞ്ചറിൻ്റെ ഫെയിലിയറിന് കാരണമാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മിക്ക കമ്പനീസൊക്കെ ഏറ്റവും വില കുറഞ്ഞ, അതായത് സ്ഥലത്തിന് വില കുറഞ്ഞ ഭാഗങ്ങളിലായിരിക്കും അത്തരം ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഒരു വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ അല്ലെങ്കിൽ ഫാക്ടറീസൊക്കെ ഒരു കാരണവശാലും ഒരു ടൗണിൻ്റെ സെൻറ്ററിൽ നമ്മൾ കാണാറില്ല പൊതുവേ. കുറേ അകലെ സ്ഥലം, അതായത് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ ഹൈ ഫിക്സഡ് കോസ്റ്റ് കുറക്കാൻ വേണ്ടി ലാൻഡിൻ്റെ ഈ വാല്യൂ എവിടെയാണോ കുറവ് അവിടെ പോയിട്ട് സ്ഥലം വാങ്ങലാണ് ബുദ്ധിപരമായിട്ടുള്ള രീതി. നമുക്ക് ഒരു ടൗണിൻ്റെ പ്രസൻസ് ആവശ്യമില്ലാത്ത ബിസിനസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ്, ലാൻഡിനുള്ള ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ്, അതേപോലെ ബിൽഡിങ്ങിനുള്ള ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത രീതിയിലായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതേപോലെ തന്നെ പരസ്യം ചെയ്യുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസിനനുസരിച്ചുള്ള അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കണം. ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിച്ച് നമ്മളെ കൊണ്ട് കഴിയാത്ത രൂപത്തിലുള്ള ഒരു ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ്, അഡ്വർടൈസ്മെൻറ്റിലുള്ള ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ്, ഇറ്റ് ലീഡ്സ് ടു ഫെയിലിയർ ഓഫ് അവർ എൻ്റർപ്രൈസസ്. നമ്മുടെ ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ നമ്മുടെ ഓണ്ടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ നമ്മുടെ പുതിയ വെഞ്ചർ, അത് ഫെയിലിയർ ആവാനുള്ള കാരണത്തിൽപ്പെട്ട ഒന്നാണ് ഹൈ ഫിക്സഡ് കോസ്റ്റ്. ഹൈ ഫിക്സഡ് കോസ്റ്റിൻ്റെ ഭാഗമാണ് പരസ്യങ്ങൾക്ക് വേണ്ടി അധികം പൈസ ചിലവാക്കുക എന്നുള്ളത്. അത് തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കണം. അതേപോലെ തന്നെ മാർക്കറ്റിംഗ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പ്രോബ്ലം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, കോമ്പറ്റീഷൻ ഫ്രം ലാർജർ ആൻഡ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് യൂണിറ്റ്. നമുക്കറിയാം, നമ്മളൊരു പുതിയ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ഫേമുകളും മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു എസ്റ്റാബ്ലിഷ്ഡ് യൂണിറ്റിൻ്റെ കോമ്പറ്റീഷൻ വലിയ രൂപത്തിലാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിങ്ങിനെ സാരമായി ബാധിക്കും. ലോ ക്വാളിറ്റി ആൻഡ് ഇൻസഫിഷ്യൻറ്റ് സെയിൽസ് ഫോഴ്സ്. ഒരു സെയിൽസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ, അതായത് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പഠിച്ചിട്ടുണ്ട് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസസിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്ഥാപനത്തിൻ്റെ ഫേസ് എന്നുള്ളത് സെയിൽസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. നമ്മൾ ക്വാളിറ്റി പ്രൊഡക്റ്റ് നിർമ്മിച്ചിട്ട് കാര്യമില്ല, ക്വാളിറ്റി ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ നിർമ്മിച്ച ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ യഥേഷ്ടം സെയിൽസ് നടക്കണം. സോ നമ്മുടെ സെയിൽസ് ഫോഴ്സ് വളരെ വീക്കാണെങ്കിൽ ഇൻസഫിഷ്യൻറ്റ് സെയിൽസ് ഫോഴ്സ് എന്ന് വിളിക്കാം, അല്ലേ? നല്ല രൂപത്തിലുള്ള പര്യാപ്തമായിട്ടുള്ള ഒരു സെയിൽസ് ഫോഴ്സ് അല്ല നമുക്കെങ്കിൽ എന്തിലേക്ക് നയിക്കാം? മാർക്കറ്റിംഗ് പ്രോബ്ലത്തിലേക്ക് നയിക്കാം. ദെൻ ലാക്ക് ഓഫ് മാർക്കറ്റ് റിസർച്ച്. നമ്മൾ ഏതൊരു പ്രൊഡക്റ്റും വിൽപ്പന നടത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് പുതിയ മെഷീനറികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ആ മെഷീനറി ഏത് മാർക്കറ്റിൽ നിന്ന് വാങ്ങണം, അങ്ങനെ പലതരത്തിൽ, അല്ലേ? മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് വിറ്റഴിക്കാനും നമ്മുടെ കമ്പനിയിലേക്ക് പല പ്രൊഡക്റ്റുകൾ വാങ്ങാനും ഇതിനൊക്കെ മാർക്കറ്റ് യൂട്ടിലൈസ് ചെയ്യാം. സോ ഈ മാർക്കറ്റിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വില കുറഞ്ഞ രൂപത്തിൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് അഡോപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ളൊരു സാധ്യത അവിടെ നഷ്ടപ്പെടുകയാണ്. അതൊക്കെ നമ്മുടെ ഫിനാൻഷ്യലി നമ്മളത് അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യും. സോ മാർക്കറ്റ് റിസർച്ചിൻ്റെ ഒരു കുറവ്, അത് ഒരു ഫെയിലിയറാണ്. ഇൻസഫിഷ്യൻറ്റ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ്. നമുക്കറിയാം, നമ്മൾ ഈ കാലഘട്ടത്തിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രൊമോഷണൽ ആക്ടിവിറ്റീസൊക്കെ ഇപ്പോൾ യൂട്യൂബ് പോലത്തെ സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് നമ്മുടെ ബിസിനസ്സിനെ, നമ്മുടെ എൻ്റർപ്രൈസസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എന്നുള്ളത് ഏതൊരു കാലഘട്ടത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് പ്രൊമോഷണൽ ആക്ടിവിറ്റിയിലെങ്ങാനും കുറവ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രൊഡക്റ്റ് അതുവരെ എവിടെയാണോ നിൽക്കുന്നത്, ഏത് ലെവലിലാണോ ആ ലെവലിൽ നിന്ന് പോകും. ഒരുപക്ഷെ ആ ലെവലിനേക്കാൾ താഴേക്ക് പോകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത്. ദെൻ ഫിനാൻഷ്യൽ പ്രോബ്ലംസിനെ പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫിനാൻഷ്യൽ പ്രോബ്ലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അലോയിങ് ലോങ് ക്രെഡിറ്റ് ടു പർച്ചേസസ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് ലോങ് ക്രെഡിറ്റ് കൊടുക്കുക, ഒരുപാട് നാളത്തേക്ക് കടം കൊടുക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടെങ്കിൽ അത് നമ്മുടെ എൻ്റർപ്രൈസസിൻ്റെ ഫിനാൻഷ്യൽ പ്രോബ്ലമാണ്. ആ ഫിനാൻഷ്യൽ പ്രോബ്ലം എന്തിലേക്ക് നയിക്കും? നമ്മുടെ വെഞ്ചർ ഫെയിലിയർ ആവാനുള്ള ഒരു കാരണത്തിലേക്ക് നയിക്കും. ഇംപ്രോപ്പർ മാനേജ്മെൻറ്റ് ഓഫ് ഫിനാൻസ്. നമ്മുടെ അടുത്തേക്ക് വരുന്ന ഇൻകം
ഫിനാൻസ്, എമൗണ്ട്, അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇംപ്രോപ്പർ മാനേജ്മെന്റ് ആണെങ്കിൽ, ഇറ്റ് മേ ലീഡ്സ് ടു ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആൻഡ് ദസ് ഇറ്റ് ലീഡ്സ് ടു അവർ വെഞ്ചർ ഫെയിലിയർ. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. SSI, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. SSI, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, ചെറിയ തോതിലുള്ള വ്യവസായത്തെ സംബന്ധിച്ചുള്ള ഡിസ്കഷനാണ്. ഓക്കെ, എന്താണ് SSI എന്നുള്ളത് മനസ്സിലാക്കാം. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഈസ് ആൻ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഇൻ വിച്ച് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഡസ് നോട്ട് എക്സീഡ് 1 crore. അതായത് ഒരു ഇൻഡസ്ട്രി, ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്നുള്ളത് ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ആണ്, അതായത് ഇൻഡസ്ട്രിയൽ അപ്രോച്ചാണ്. അതിൻ്റെ പ്രത്യേകത, ആ ഒരു ഇൻഡസ്ട്രി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അതിലേക്ക് കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, 1 കോടിയിൽ കൂടുതൽ വരരുത്. ഇറ്റ് ഡസ് നോട്ട് എക്സീഡ് 1 crore. ഇത്തരം ഇൻഡസ്ട്രീസിനെ നമുക്ക് എന്ത് വിളിക്കാം, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് വിളിക്കാം. ചുരുക്കിയിട്ട് SSI എന്ന് കാണാം. നമ്മൾ ബാങ്കിലൊക്കെ ലോൺ കൊടുക്കുന്ന SSIസിനൊക്കെ ലോൺ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നാളെ ഒരു വെഞ്ചർ തുടങ്ങാൻ പോവുകയാണ്. നിങ്ങൾ തുടങ്ങുന്ന വെഞ്ചറിൻ്റെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1 കോടിയിൽ താഴെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഇൻഡസ്ട്രി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്നുള്ള വിഭാഗത്തിൽപ്പെടുന്ന ഒന്നാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിൻ്റെ ആനുകൂല്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് പിന്നെ എന്ത് ചെയ്യാം, അതുപറ്റി അന്വേഷിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ലഭിക്കും. ഇങ്ങനെ നമുക്കൊരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റെപ്പുകളിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. ഒന്നാമത്തെ സ്റ്റെപ്പാണ് പ്രൊഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ. ഓക്കെ, പ്രൊഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ മീൻസ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് ആദ്യം മനസ്സിലാക്കുക, തീരുമാനിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ, അത് ഡിസൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം മാർക്കറ്റ് എന്താണെന്ന് പഠിക്കണം, നമ്മുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ മനസ്സിലാക്കണം, നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ടെക്നിക്കൽ നോളജ് നമ്മൾ അറിയണം, നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന ആ ഒരു പ്രൊഡക്റ്റിലെ നമ്മളെ എക്സ്പീരിയൻസ്, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള, അതായത് ഇതല്ല എന്ന് ഉദ്ദേശം നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള, നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലെ നമ്മുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് നോക്കണം. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കണം നമ്മൾ പ്രൊഡക്റ്റ് എന്ത് ചെയ്യേണ്ടത്, ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അതായത് നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന, ഒരു മാനുഫാക്ചർ ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രൊഡക്റ്റ് തീരുമാനിക്കേണ്ടത്, ഡിസൈഡ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് പ്രിലിമിനറി പ്രൊജക്ട് റിപ്പോർട്ട് ടു ഗെറ്റ് റഫ് ഐഡിയ. നമ്മുടെ മൈൻഡിലുള്ള ഈ ഒരു ഐഡിയ അത് നമ്മൾ ഒരാളെ മുമ്പിൽ സമർപ്പിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാളെ മുമ്പിൽ അത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് നടത്തണം, ഒരു പ്രിലിമിനറി പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മളൊരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, തുടങ്ങണമെന്നുണ്ടെങ്കിൽ കാര്യമാണ്. അങ്ങനെ ഒരു പ്രിലിമിനറി പ്രൊജക്ട് റിപ്പോർട്ട് നിർമ്മിച്ചതിന് ശേഷം നമ്മൾ തീരുമാനിക്കണം ഏത് തരത്തിലുള്ള ഓണർഷിപ്പ് ആയിരിക്കണം എന്നുള്ളത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓണർഷിപ്പ് ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ സംസാരിച്ചതാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫാക്ടറി, അതായത് നമ്മുടെ ഈ പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുന്ന ഒരു സ്ഥലം, അതാണല്ലോ ഫാക്ടറി ഡെഫിനിഷനൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. ഈ ഫാക്ടറിയുടെ ലൊക്കേഷൻ എവിടെയെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വെഞ്ചറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട് വേണം, ബിസിനസ് പ്ലാൻ വേണം. അതിലെന്തൊക്കെ വേണം, ഇൻവോൾവിങ് അനാലിസിസ് ഓഫ് ഇൻഡസ്ട്രി, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ഡിമാൻഡ്, റിക്വയർമെൻറ്റ് ഓഫ് എക്യുപ്മെൻറ്റ്സ്, റോ മെറ്റീരിയൽസ് എക്സെട്ര. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ടും അതേപോലെ ഒരു ബിസിനസ് പ്ലാനും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതിനുശേഷം അപ്ലൈ ഫോർ രജിസ്ട്രേഷൻ. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, അതിൻ്റെ രജിസ്ട്രേഷൻ്റെ ഭാഗമായി അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, രജിസ്ട്രേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫിനാൻസ് പ്ലാൻ ചെയ്യാം. ഓക്കെ, ഫിനാൻസ് പ്ലാൻ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക്, 8ാമത്തെ സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. പലതരത്തിലുള്ള ക്ലിയറൻസ് നമ്മൾ വാങ്ങേണ്ടി വരും. ഒബ്റ്റെയിൻ വേരിയസ് ക്ലിയറൻസസ്. ഒന്നാമത്തെ ഒരു ഇൻസ്പെക്ടറേറ്റ് ഓഫ് ഫാക്ടറീസ്, ഹെൽത്ത് ആൻഡ് ഫയർ ഡിപ്പാർട്ട്മെൻറ്റ്, പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എക്സെട്ര എക്സെട്ര. നമ്മുടെ ഒരു ഫാക്ടറി ആക്റ്റിൽ പറയുന്ന, അല്ലെങ്കിൽ ഒരു ഫാക്ടറി തുടങ്ങുമ്പോൾ വേണ്ട ക്ലിയറൻസസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഏതൊരു ഇൻഡസ്ട്രി തുടങ്ങുമ്പോഴും ഒരു പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം, അല്ലേ? അതേപോലെ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ ക്ലിയറൻസസ് വേണം. അത് നമ്മുടെ ഇന്ത്യയിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ നിയമത്തിനനുസരിച്ചുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ക്ലിയറൻസസ് ലഭിക്കുക എന്നുള്ളത് അടുത്തൊരു സ്റ്റെപ്പാണ്. ദെൻ ഇത്രയും നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി തുടങ്ങാമെന്നായി, അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമ്പനിയിലേക്ക് വേണ്ട
ജീവനക്കാരെ നമുക്ക് റിക്രൂട്ട്മെന്റ് നടത്താം, റിക്രൂട്ട് പേഴ്സണൽ. അതിനുശേഷം നമ്മൾ രജിസ്ട്രേഷൻ, പെർമനന്റ് രജിസ്ട്രേഷന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് പ്രൊഡക്ഷൻ ആൻഡ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ, നമ്മുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി സർട്ടിഫിക്കേഷന് വിധേയമാകണം. ഇത്രയും പ്രോസസ്സിലൂടെ കടന്നു പോയാൽ മാത്രമേ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, തുടങ്ങാൻ കഴിയുള്ളൂ. അതായത് ഈ ഒരു സ്റ്റെപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയും സ്റ്റെപ്പ് ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞു രജിസ്ട്രേഷനെ സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ രജിസ്ട്രേഷൻ, 2 തരം രജിസ്ട്രേഷൻ ഉണ്ട്. മുകളിൽ പറഞ്ഞത് ഇങ്ങനെ ഈ രജിസ്ട്രേഷന് പോകുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്പുകളാണ്. ഞാൻ രജിസ്ട്രേഷൻ മാത്രം സംസാരിക്കുകയാണെങ്കിൽ ഒന്ന് പ്രൊവിഷണൽ രജിസ്ട്രേഷനും ഉണ്ട്, അതേപോലെ തന്നെ പെർമനന്റ് രജിസ്ട്രേഷനും ഉണ്ട്. എന്താ നമുക്ക് നോക്കാം. ഈ ഒരു പ്രൊവിഷണൽ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഈ ഒരു യൂണിറ്റ്, അതായത് ഇൻഡസ്ട്രി, അത് എക്സിസ്റ്റൻസിലേക്ക് വരണം. എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് പ്രാബല്യത്തിൽ വരുത്തണം. ആ പ്രാബല്യത്തിൽ വരുത്തുന്നതിന് സഹായകരമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ആക്ച്വലി പ്രൊവിഷണൽ രജിസ്ട്രേഷൻ. ഓക്കെ, ഈ പ്രൊവിഷണൽ രജിസ്ട്രേഷനിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇൻഡസ്ട്രിക്ക് വേണ്ട ഇൻഡസ്ട്രിയൽ ഏരിയ നോക്കുക എന്നുള്ളതാണ്. അപ്ലൈ ഫോർ എ ഷെഡ് ഇൻ ഇൻഡസ്ട്രിയൽ ഏരിയ. ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് നമ്മുടെ ഇൻഡസ്ട്രിയൽ പർപ്പസ് അല്ലെങ്കിൽ പ്രോസസ്സ് നടക്കാനുള്ള ഷെഡ്, അതിനുള്ള സംവിധാനം ഒരുക്കുക, അതിനുള്ള അപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്നത്. ദെൻ പവർ കണക്ഷന് വേണ്ട, നമുക്കറിയാം നമ്മളൊരു ഇൻഡസ്ട്രി തുടങ്ങുമ്പോൾ പവർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഈ കാലഘട്ടത്തിൽ മെഷീനറീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ പവറിൻ്റെ കണക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ളത് ഈ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ്റെ ഭാഗമാണ്. അടുത്തത് അപ്ലൈ ഫോർ ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ്. സാമ്പത്തികപരമായിട്ടുള്ള സഹായത്തിന് ലോണ് പോലത്തെ പല ഭാഗങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകേണ്ടി വരും. അത്തരം കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതും പ്രൊവിഷണൽ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ മെഷീനറി പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ കൊടുക്കുക അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുക. നമുക്ക് ഇത്ര മെഷീനറീസ് വേണം എന്നതിന് വേണ്ട എന്ന കാര്യത്തിന് വേണ്ട ഒരു അപ്ലൈയിങ് പ്രോസസ്സ്, അത് ഈ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് എന്തിലേക്ക് കടക്കേണ്ടി വരും, പെർമനന്റ് രജിസ്ട്രേഷനിലേക്ക് കടക്കേണ്ടി വരും. ഓക്കെ, when the party has completed all steps to establish the unit, that is factory building is ready, all machines is installed, power connection is obtained, and application for permanent registration is made. അതായത് നമ്മൾ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ്റെ ഭാഗമായി ചെയ്ത കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പെർമനന്റ് രജിസ്ട്രേഷന് അത് പോവാം. അത് കഴിഞ്ഞാൽ ഈ പെർമനന്റ് രജിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫിസിക്കൽ ഇൻസ്പെക്ഷൻ ഓഫ് എന്റർപ്രൈസസ് ആൻഡ് സ്ക്രൂട്ടിനി ഓഫ് ഡോക്യുമെന്റ്സ്, നമ്മുടെ ഡോക്യുമെന്റ്സും നമ്മുടെ ബിൽഡിങ്സും നമ്മുടെ മെഷീനറീസും ബാക്കി A to Z എല്ലാ ആസ്പെക്റ്റിലും നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു ബിസിനസ് പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിനുശേഷം മാത്രമേ SSI എന്നുള്ള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി നമുക്ക് രജിസ്ട്രേഷൻ നടത്തി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഓക്കെ, 4ാമത്തെ മൊഡ്യൂളിൽ നിരന്തരം ചോദിക്കുന്ന മറ്റൊരു ടോപ്പിക്കാണ് TBI, അതായത് ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ. ആ വാക്കിൽ തന്നെ അതിൻ്റെ കോൺസെപ്റ്റ് നമുക്ക് കിട്ടും. ടെക്നോളജി, സാങ്കേതികപരമായിട്ടുള്ള ബിസിനസ്, നമ്മൾ എഞ്ചിനീയേഴ്സിനൊക്കെ ഉപകാരപ്പെടുന്ന ഒന്നാണ് TBI എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഈ TBI ചെയ്യുന്നത് ടെക്നോളജിക്കലായിട്ടുള്ള ബിസിനസ്സിനെ വിരിയിച്ചെടുക്കുക, ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാൽ വിരിയിച്ചെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് വേണ്ട ടെക്നോളജിക്കലായിട്ടുള്ള കച്ചവട സാധ്യതകളെ പ്രൊമോട്ട് ചെയ്ത് മുന്നിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ എന്ന TBI എന്നുള്ള ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇത്തരം സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ഇത്രയും കോൺസെപ്റ്റിൻ്റെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇൻക്യുബേറ്റേഴ്സ് നമ്മുടെ ഇപ്പോൾ തൊട്ടടുത്തുള്ള ഇൻക്യുബേറ്റർ പറഞ്ഞാൽ നാഷണൽ NIT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, NITs അല്ലേ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇപ്പോൾ കോഴിക്കോട് ഒരു NIT ഉണ്ട്. അപ്പോൾ നമ്മുടെ ഭാഗത്തൊരു TBI ആണ്. അങ്ങനെ ടെക്നോളജിക്കൽ നോളജും ടെക്നോളജിക്കലി ഉള്ള പലതരത്തിലുള്ള സപ്പോർട്ട് നൽകുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് TBI എന്ന് വിളിക്കാം. അത്തരം TBIകൾ നമ്മുടെ ഈ രാജ്യത്തിന് ഉള്ളിൽ യഥേഷ്ടമുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യാണ്, ടെക്നോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സാങ്കേതികപരമായിട്ട് ബന്ധമുള്ള ജോബ് ക്രിയേഷനും അതുവഴിയുള്ള എക്കണോമിക് ഡെവലപ്മെൻറ്റും കൊണ്ടുവരിക എന്നുള്ളതാണ് TBIയുടെ ലക്ഷ്യം. ഇത് ഗ്ലോബലി റെക്കഗ്നൈസ് ചെയ്ത ഒന്നാണ്. അന്താരാഷ്ട്ര തലത്തിൽ കൊണ്ടുവന്നിട്ട് ഒരു കോൺസെപ്റ്റാണ് ആക്ച്വലി TBI എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഏത് ബിസിനസ്സും വരാം അല്ലേ, പക്ഷേ TBIയിൽ എപ്പോഴും ടെക്നിക്കൽ ബിസിനസ് ആയിരിക്കും, ടെക്നോളജിക്കൽ ബിസിനസ് ആയിരിക്കും. അതിനാണ് TBI ഉള്ളത്.
ഓക്കെ, ഇത് മനസ്സിലാക്കിയെടുക്കുക. അതിൽ എൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്: ഒന്ന്, ടു ക്രിയേറ്റ് ജോബ്സ്, വെൽത്ത്, ബിസിനസ് ഇൻ അലൈൻമെൻറ്റ് to create jobs, wealth and business in alignment with national priorities. ഓക്കെ, ദേശീയ തലത്തിൽ നാഷണൽ പ്രയോറിറ്റി ഉള്ള രൂപത്തിലുള്ള ബിസിനസ്, അതേപോലെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ, അതുവഴി ജോബുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് TBIയുടെ ഒന്നാമത്തെ ഒരു ലക്ഷ്യം എന്നുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, ടു പ്രൊമോട്ട് ന്യൂ ടെക്നോളജി, നോളേജ്, ഇന്നോവേഷൻ ബേസ്ഡ് സ്റ്റാർട്ടപ്പ്. നമുക്കറിയാം, നമ്മുടെ ഈ രാജ്യത്ത് ടെക്നിക്കലി നമ്മൾ ഒരുപാട് ഇന്നോവേഷൻസ് കൊണ്ടുവരാറുണ്ട്. നിങ്ങൾക്കൊന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും. പലതരത്തിലുള്ള, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലെ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് തന്നെ അവരുടെ പഠനത്തിൻ്റെ ഭാഗമായി പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകളും പുതിയ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ട ആ പുതിയ ടെക്നോളജികൾ പ്രൊമോട്ട് ചെയ്യുക, അതിന് വേണ്ട നോളജ് സപ്പോർട്ട് കൊടുക്കുക. അങ്ങനെ ടെക്നോളജിക്കലി എല്ലാ ആസ്പെക്റ്റിലും വേണ്ട വിധത്തിൽ ആ ബിസിനസ് അല്ലെങ്കിൽ ആ സ്റ്റാർട്ടപ്പ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിനുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കുക എന്നുള്ളതാണ് TBIയുടെ മറ്റൊരു ഒബ്ജക്റ്റീവ് എന്നുള്ളത്. പിന്നെ ടു ബിൽഡ് എ വൈബ്രന്റ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം by establishing network between academic, financial institutions, industries and other institutions. അതായത് നമുക്കറിയാം, നമുക്കിപ്പോൾ നോളജ് ഉണ്ട്, ടെക്നിക്കൽ നോളജ് ഉണ്ട്, ഒരു ടെക്നിക്കൽ ബിസിനസ് തുടങ്ങണം. അപ്പോൾ ആ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു സപ്പോർട്ട് വേണം. അപ്പോൾ അത്തരം സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി നല്ലൊരു എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ആവാസ വ്യവസ്ഥ. എന്തിന് വസിക്കാനുള്ള ഇടമാണ്? ടെക്നോളജിക്കൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ, ടെക്നോളജിക്കൽ ബിസിനസ്സിന് വസിക്കാനുള്ള ഒരു ഇടമായിട്ട് മാറുക എന്നുള്ളതാണ് TBIയുടെ അടുത്തൊരു ലക്ഷ്യം നമ്മൾ പറയുന്നത്. ഇങ്ങനെ ഈ ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വൈബ്രൻ്റ് ആയിട്ടുള്ള ഇത്തരം ഒരു എക്കോസിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള അക്കാഡമിക്കൽ, ഫിനാൻഷ്യൽ, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ റിലേറ്റ് ചെയ്ത് അതിനൊക്കെ കോർഡിനേറ്റ് ചെയ്ത് നമുക്കൊരു ടെക്നോളജിക്കൽ ബിസിനസ്, അത്തരം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് TBIയുടെ ഒരു ലക്ഷ്യം നമുക്ക് സംസാരിക്കാനുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ടു പ്രൊവൈഡ് കോസ്റ്റ് എഫക്റ്റീവ് വാല്യൂ ആഡഡ് സർവീസസ് ടു സ്റ്റാർട്ടപ്സ് ലൈക്ക് മെൻറ്ററിങ്, ലീഗൽ, ഫിനാൻഷ്യൽ, ടെക്നിക്കൽ സർവീസസ്. അതായത് നമ്മുടെ ഈ ഒരു ടെക്നോളജിക്കൽ ഇൻക്യുബേഷന് വേണ്ടി അല്ലെങ്കിൽ ടെക്നോളജിക്കൽ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചുരുങ്ങിയ ചെലവിൽ ഇതിന് വേണ്ട വാല്യൂ ആഡഡ് സർവീസസ്, അതായത് നമുക്ക് ഒരുപാട് ഇതിന് വേണ്ട സപ്പോർട്ടുകൾ വേണ്ടി വരും അല്ലേ? അപ്പോൾ അത് വളരെ മൂല്യവത്തായിട്ടുള്ള അത്തരം സപ്പോർട്ടുകളും സേവനങ്ങളും നമുക്ക് തരിക എന്നുള്ളത് TBIയുടെ മറ്റൊരു ഒബ്ജക്റ്റീവിൻ്റെ ഭാഗമാണ്. ആ സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സമയാസമയങ്ങൾ വേണ്ട നിർദ്ദേശങ്ങൾ തരിക, ലീഗൽ സപ്പോർട്ട്, ഏതൊക്കെ തരത്തിലൂടെ ഇതിൻ്റെ ലീഗൽ രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി തരിക, അതിന് ഫിനാൻഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ടുകൾ തരിക, ടെക്നിക്കലായിട്ടുള്ള സപ്പോർട്ടുകൾ തരിക, മറ്റ് സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ TBIയുടെ ഒരു ഒബ്ജക്റ്റീവ്സിൽപ്പെട്ട ഒന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ TBI എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ്, ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്റർ എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് ജസ്റ്റ് ടോപ്പിക്കിനേക്കാൾ കൂടുതൽ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ സഹായകരമാകുന്ന ഒരു കോൺസെപ്റ്റാണ്. ബിക്കോസ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ടെക്നോളജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം ഈ ടെക്നോളജിയിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസോ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാനുള്ള ഒരു ഇടം നമ്മുടെ ഈ രാജ്യത്തുണ്ട്, ടെക്നോളജിക്കൽ ബിസിനസ്സിന് വേണ്ടി മാത്രം തന്നെ. അപ്പോൾ ആ രീതിയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ടെക്നോളജിക്കൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ശ്രമിക്കാം. അതേപോലെ തന്നെ DSIR എന്നുള്ള മറ്റൊരു കോൺസെപ്റ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. അതായത് ഈ സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഇതൊക്കെ നമുക്ക് നമ്മുടെ ടെക്നോളജിക്കൽ ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സപ്പോർട്ട് തരുന്ന മറ്റൊരു കോൺസെപ്റ്റുകളാണ് DSIR. ഈ DSIR പ്രൊമോട്ട് ചെയ്യുന്നത് ഓരോ വ്യക്തികളെയും പ്രൊമോട്ട് ചെയ്യും, സ്റ്റാർട്ടപ്പുകളെ പ്രൊമോട്ട് ചെയ്യും, അതേപോലെ MSMEകളെ പ്രൊമോട്ട് ചെയ്യും. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ടേം MSMEs എന്നുള്ളതാണ്. അതായത് M എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ്. മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിനെ നമുക്ക് MSMEs എന്ന് പറയാം. നമ്മുടെ രാജ്യത്ത് ഒരുപാട് MSMEs പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ബാങ്കുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് MSMEകൾക്ക് വേണ്ടി ഒരുപാട് ലോണുകൾ അവൈലബിൾ ആണ്. അത്രത്തോളം നമ്മുടെ രാജ്യത്ത് ഈ ഒരു മൈക്രോ സ്മോൾ മീഡിയം, അതായത് മൈക്രോ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ചെറിയ രൂപത്തിലുള്ള വ്യവസായം, സ്മോൾ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കുറച്ചും കൂടെ വലിയ വ്യവസായം, മീഡിയം എന്ന് പറഞ്ഞാൽ അതിലും കുറച്ച് കൂടിയ വ്യവസായം. അതായത് വലിയൊരു ഇൻഡസ്ട്രി അല്ല പറയുന്നത്, ചെറിയ തോതിൽ നമ്മൾ മൈക്രോ സ്മോൾ മീഡിയം എന്നുള്ള രീതിയിൽ ഇൻഡസ്ട്രീസിനെ തരം തിരിച്ച് ആ ഇൻഡസ്ട്രീസിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത്
നമ്മുടെ രാജ്യത്തുടനീളം കാണുന്ന ഒന്നാണ്. അത് മാത്രമല്ല ഓരോ വ്യക്തികൾക്കും സപ്പോർട്ട് കൊടുക്കുക, നമ്മൾ തുടങ്ങുന്ന ഓരോ സ്റ്റാർട്ടപ്പുകൾക്കും സപ്പോർട്ട് കൊടുക്കുക. ഇതൊക്കെയാണ് DSIRൻ്റെ ആക്ടിവിറ്റീസിൽ വരുന്ന ഒന്ന്. സോ DSIR എന്നുള്ളതും നമുക്ക് പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള നമുക്ക് റിസർച്ചുകൾ, നമ്മുടെ ഇൻഡസ്ട്രിയൽ റിസർച്ച് നടത്താനോ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ DSIRൻ്റെ സഹായം നമുക്ക് തേടാം. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റിൽ, അതായത് കേരള സ്റ്റേറ്റിൽ ഒരു ഓണ്ടർപ്രണറെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. ആ ഓർഗനൈസേഷൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ് ഓർഗനൈസേഷൻ ഫോർ പ്രൊമോട്ടിങ് ആൻ ഓണ്ടർപ്രണർ. ഓക്കെ, അതിൽ ഒന്നാമത്തെ ഒരു ഓർഗനൈസേഷനാണ് സിഡ്കോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സിഡ്കോ, കേരള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. അത് കേരളത്തിലെ ഒരു ഓർഗനൈസേഷനാണ്. ഇതിനു വേണ്ടി ഒരു സ്വയം സംരംഭകനെ, ഒരു സ്റ്റാർട്ടപ്പിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓർഗനൈസേഷനാണ്. നമുക്ക് വേണ്ട മെൻറ്ററിങ്, നമുക്ക് വേണ്ട ലീഗൽ ആസ്പെക്റ്റ്, നമുക്ക് വേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ട്. ഈ ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടണമെങ്കിൽ ഏതൊക്കെ തരത്തിലേക്ക് പോകണം, നമ്മുടെ ഓരോ ഇൻഡസ്ട്രീസും എങ്ങനെ രജിസ്ട്രേഷൻ നടത്തണം, അങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടെ എഫക്റ്റീവായി പറയുകയാണെങ്കിൽ നമ്മുടെ ഓണ്ടർപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് തരിക എന്നുള്ളത് സിഡ്കോ എന്നുള്ള ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കും. അതേപോലെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, KFC എന്നുള്ള ചുരുക്കപ്പേരിൽ നമ്മൾ അറിയപ്പെടുന്ന ഒന്നാണ്. KFC ഓരോ ജില്ലകളിലും ഉണ്ട്. ഈ KFC തരുന്നത് ഫിനാൻഷ്യൽ സപ്പോർട്ടാണ്. പക്ഷേ സാധാ ബാങ്കുകളെ പോലത്തെ ഒരു ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അല്ല. വലിയ വലിയ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കണം. നമ്മളൊരു ചുറ്റുപാടും വെച്ച് പറയണം. ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുക എന്നുള്ളത് ഒരു എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ നമ്മളൊരു ആസ്പെക്റ്റിൽ വരേണ്ട ഒന്നല്ല. ഞാൻ പറഞ്ഞു വരുന്നത് അത്തരം നമുക്കൊരു ഇൻഫ്രാസ്ട്രക്ചർ വേണം. അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടി വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് KFCയെ സമീപിക്കാം. KFC അതിന് വേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ട് തരും. അവിടുന്ന് നമ്മളൊരു ലോൺ എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ തിരിച്ചടക്കണ്ട, ഇത്ര വർഷത്തെ നമുക്കൊരു ഗ്യാപ്പ് തരും, അതിന് ശേഷം തിരിച്ചടച്ചാൽ മതി. അതൊക്കെ നമുക്ക് ഫിനാൻഷ്യൽ രീതിയിലുള്ള വലിയൊരു സപ്പോർട്ടാണ്. അത് KFCയുടെ ഭാഗമാണ്. ദെൻ കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ, കിഡ്കോ. ഇപ്പോൾ ഈ കിഡ്കോ ചെയ്യുന്നതും നമുക്ക് വേണ്ട ടെക്നിക്കൽ കൺസൾട്ടൻസിയാണ്. ടെക്നിക്കൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ തരാൻ കിഡ്കോ എന്നുള്ള സ്ഥാപനത്തെ കൊണ്ട് നമുക്ക് അത്തരം ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കും. അതേപോലെ തന്നെ കെൽട്രോൺ നമ്മൾ എഫക്റ്റീവായിട്ട് കേൾക്കുന്ന ഒന്നാണ് അല്ലേ, കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. അപ്പോൾ നമ്മുടെ കെൽട്രോൺ എന്നുള്ളത് അത്തരം ടെക്നിക്കലായിട്ടുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും, സപ്പോർട്ട് നമുക്ക് തരും. ദെൻ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, KSIDC. അത് നമ്മുടെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള പലതരത്തിലുള്ള വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് KSIDC എന്നുള്ള ഈ സ്ഥാപനവും ഒരു സ്റ്റേറ്റ് ഓർഗനൈസേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഇപ്പോൾ ഇതോടെ നമ്മൾ മൊഡ്യൂൾ തീരുകയാണ്. ചെറിയൊരു ടോപ്പിക്ക് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. എന്നിരുന്നാലും നമ്മളിന്ന് സംസാരിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട ഔട്ട്കം, നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണ്, നിങ്ങളൊരു ഓണ്ടർപ്രണർ ആവാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണോ, ഒരു വിദ്യാർത്ഥിയാണോ, സ്റ്റുഡൻറ്റ് ഓണ്ടർപ്രണർ ആണോ എങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരങ്ങൾ നമ്മുടെ സ്റ്റേറ്റിലും നമ്മുടെ രാജ്യത്തും അവൈലബിൾ ആണ് എന്നുള്ളതാണ് നിങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു വസ്തുത. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് സേഫ്റ്റി എന്നുള്ള സബ്ജക്റ്റിൻ്റെ ഭാഗമായി ഓണ്ടർപ്രണർ അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഈ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം വഴികളിലൂടെ നടന്നു കഴിഞ്ഞാൽ, ഇത്തരം വഴികൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പുതിയ സ്വയം സംരംഭകനാവാം. അത് നിങ്ങൾ പഠിച്ച മേഖലയിൽ തന്നെ നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് ഉണ്ടെങ്കിൽ, അത്തരം ഇന്നോവേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് പുതിയൊരു എൻ്റർപ്രൈസ് തന്നെ തുടങ്ങാനുള്ള ഒരു ചാൻസ് അവൈലബിൾ ആണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചത്. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.